ശാലു, ഇതിന്റെ കൊളുത്തിട്ടതാ. ദൈവമേ, ഇതുപോലൊരെണ്ണം എനിക്കുണ്ടായിരുന്നെങ്കിൽ. ഇതുവരെ കൊടുത്തില്ലേ? എവിടെ നോക്കട്ടെ. കൊള്ളാടി. ഡോക്ടറെ, ഡോക്ടറെ, എന്താ? ചേച്ചി, ചേച്ചി, ആരെങ്കിലും ആദ്യം നിന്ന് കേൾക്കുന്നുണ്ടെ കേട്ടോ. എനിക്ക് കാശ് കിട്ടിയിട്ട് 3 മാസമായി. ഈ 30-ാം തീയതിയെങ്കിലും എനിക്ക് എന്റെ കാശ് കിട്ടിയില്ലെങ്കിൽ ഈ പണി ഞാൻ നിർത്തും. ലോകത്തുള്ള മാസികയെല്ലാം വേണം, കാശും ഇല്ല. അമ്മ എന്താ പത്രക്കാരന് പൈസ കൊടുക്കാത്ത? അവനെ മലയാള മനോരമയുടെ ഓണറാന്നാ വിചാരം. കുറച്ച് ദിവസം നടക്കട്ടെ. നിങ്ങൾ പോയി കാറ് വന്നാ നോക്കിയേ. സുബ്ബലക്ഷ്മി, ദാ വരണോ. ആ നിങ്ങൾ ഒരുങ്ങിയോ? എന്താ ഭാർഗവട്ടം പോരുന്നില്ലേ? പൊന്നും പണവും കൊടുത്തയച്ചൊപ്പം മയ്യത്തായി പോയിന്ന് നിക്കാഹ് കഴിഞ്ഞ ഉടനെ അറിഞ്ഞ ആ കുഞ്ഞിന്റെ മുഖം എന്റെ കണ്ണീന്നും മായനില്ല. നീ ജെയിംസിനോട് പറഞ്ഞാ മതി, എനിക്ക് തീരെ സുഖമില്ലാന്ന്. അമ്മേ, കാർ വന്നു. ഹാ, ഇപ്പൊ നിങ്ങളെ 3 പേരെയും കണ്ട ആരും പറയും അത് ഡോക്ടറുടെ ഭാര്യയും മക്കളും ആണെന്ന്. സത്യത്തിൽ നീ പറയുന്നത് തന്നെയാണ് ശരി. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവിതം? വാ, അച്ഛൻ കൊണ്ടാക്കി തരാം. വാ, നടക്ക. പിന്നെ അവിടെ പോയിട്ട് വലിയ ചാട്ടവും കളിയൊന്നും വേണ്ട കേട്ടാ. ഭാർഗവട്ട, പോയിട്ട് വരും. പതുക്കെ പോയാ മതി കേട്ടോ. നമ്മുടെ നൂർജഹാൻ താത്തം മരിച്ചുപോയി. ഇന്നലെ ഇബ്രാഹിം കുട്ടിക്ക് മരിച്ചു എന്നറിഞ്ഞ അന്നേരം കയറി കിടന്നതാ. പിന്നെ ആ കണ്ണുകൾ തുറന്നിട്ടില്ല. പോട്ടടോ, പോട്ടെ. അവരിനി ആരും കാത്താ ജീവിക്കണ്ടേ? കാത്തിരുന്നവൻ ആദ്യം പോയില്ലേ? പോട്ടെ, എല്ലാവരും പോട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ മോളെ? അച്ഛനെ കണ്ടായിരുന്നോ? നീ കണ്ടിരുന്നോ? ഡോക്ടറെ കടവത്തൊന്നും കണ്ടില്ലല്ലോ. ആ, ചിലപ്പോ കബറടക്കത്തിന് പള്ളിക്കാട്ട് പോയിട്ടുണ്ടാവും. നിങ്ങൾ ചെന്ന് നോക്ക്. من
ഈശ്വര, അമ്മേ അമ്മേ കഥ തുറക്കൂ. സുബ്ബലക്ഷ്മി, സുബ്ബലക്ഷ്മി, എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. കതക് തുറക്കാൻ. അമ്മേ സുബ്ബലക്ഷ്മി, കതക് തുറക്ക്. സമാധാനായില്ലേ നിനക്ക്? കല്യാണത്തിന് കൂടിയവരുടെ മുന്നിൽ കിട്ടിയില്ലേ നിനക്ക് പത്താസ്? ഇനി ഇപ്പൊ അയലത്തെ വീട്ടിൽ ചെന്ന് ഞാൻ എന്താ പറയേണ്ടതെന്ന് നീ ഒന്ന് പറഞ്ഞുതാ. ഭാർഗവേട്ട, ഞാൻ പിന്നോട്ടത് ഇവിടെ കുത്തിയിരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. പോരാ നേരത്തെ കഴുത്തിലുണ്ട്. എന്നിട്ട് എവിടെ പോയി? ഒന്നും രണ്ടും അല്ല, 10 പവനാ, 10 പവൻ. സാധാരണക്കാരന്റെ ജീവനേക്കാൾ വിലയാ ഇന്ന് സ്വർണത്തിന്. പറയേ, ഞാൻ എന്താ തങ്കമണിയോട് പറയണ്ടേ? അതോ എല്ലാവരും കൂടെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യണോ? അതിനും നീ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം ഏത് ചിതയിലും തള്ളിയിടാൻ നിനക്കൊരാളുണ്ടല്ലോ, ഈ ഞാൻ. സർ, ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വിളിക്കൂ, സാധനം ഞാൻ ഇറക്കി തരാം. ഓക്കെ, താങ്ക് യു സർ. ശരി. ആ, ഇതാര് ഡോക്ടറോ? വരണം വരണം. എടി തങ്കം, ഡോക്ടർ വന്നടി, നിന്റെ മാലയും കൊണ്ട്. തങ്കം, പെട്ടെന്ന് വാടി. ഇരിക്കൂ, പൈനാപ്പിൾ കഴിക്കാൻ ഡോക്ടർ. ഇന്ന് 100 കൂട്ടം പണിയുണ്ടായിരുന്നു, ശരീരത്തിന് ഒരു സുഖക്കുറവ്, അതുകൊണ്ട് ഞാൻ പോയില്ല. ആ ഡോക്ടറോ, കല്യാണമൊക്കെ കഴിഞ്ഞു അല്ലേ? ഞാൻ കണ്ടിരുന്നു സുബ്ബലക്ഷ്മി മക്കളും പോകുന്നത്. സത്യത്തില് എന്നെക്കാളും ആ മാല ഇണങ്ങുന്നത് സുബ്ബലക്ഷ്മിക്കാ. നീ ഡോക്ടർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. വേണ്ട, ഞാനൊരു വിഷമം പറയാൻ വന്നതാ. ഡോക്ടർക്ക് വിഷമോ? എന്നോട് പറഞ്ഞോളൂ, എന്നെ ഒരു അനുജനായിട്ട് കരുതിയാ മതി. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോയ മാല സുബ്ബലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നു. എന്താ ഡോക്ടർ ഈ പറയുന്നത്? സത്യ, ആ മാല കളഞ്ഞുപോയി. ആരോട് ചോദിച്ചിട്ടാണ് ഈ കഴുത്തി കിടന്ന മാല നീ ഊരിക്കൊടുത്തത്? ഞാൻ ഈ വീട്ടിലുള്ള ആളല്ലേ? എന്നോടൊരു വാക്ക് ചോദിച്ചൂടായിരുന്നോ? 10 പവനാണ്. അതെ, ഞാൻ ഡോക്ടർ ഒന്നും പറയണ്ട. അവിടെ 50,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണി നടക്കുക, എന്നിട്ട് ഒരു തരി സ്വർണം ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടില്ല. നിങ്ങൾ തമ്മിൽ വഴക്കടിക്കണ്ട. എനിക്കൊരു 2 ദിവസം സമയം തന്നാ മതി. എനിക്ക് ഒന്നും കേൾക്കണ്ട. കൊടുത്തവരും വാങ്ങിച്ചവരും തമ്മിൽ ആയിക്കോ. എന്താന്ന് വെച്ചാൽ മാറി ഇങ്ങോട്ട്. കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നതിന് വില മറ്റുള്ളവർക്ക് അറിയണ്ടല്ലോ. തങ്കമണി, ഞാനാ പറയണേ, 2 ദിവസത്തിനുള്ളിൽ ഞാൻ കൊണ്ടുവന്ന് തരാം. അതുവരെ ഒന്ന് ക്ഷമിക്കണം. അല്ല, ഇതാര് ഡോക്ടറോ? ഇരിക്കണം. ഞാൻ കരുതി ഡോക്ടർ നമ്മളെയൊക്കെ മറന്നു കാണുമെന്ന്. അമ്മ ഇന്നും ഡോക്ടറുടെ മരുന്ന് എന്നാ തുടരുന്നേ. ഹോമിയോ ഡോക്ടർ ഭാർഗവൻ പിള്ളയായിട്ട് നീട്ടിത്തന്ന ആയുസ് നീ ആയിട്ട് ഇല്ലാതാക്കുമോടാ എന്നാ അമ്മയുടെ ചോദ്യം. ഗോവിന്ദൻകുട്ടി, എനിക്കൊരു ഉപകാരം ചെയ്യണം. ഡോക്ടർ പറഞ്ഞാ മതി. എന്താ വേണ്ടത്? എൻ്റെ അയൽവക്കത്തെ വീട്ടിലെ കല്യാണ ആവശ്യത്തിന് കുറച്ച് സ്വർണം വേണം. 2-3 ദിവസം കഴിഞ്ഞേ ഗൾഫിൽ നിന്ന് പണം വരൂ. ഞാൻ ഗ്യാരണ്ടി നിൽക്കാം. പോരാത്തതിന് എൻ്റെ ചെക്കോ മുദ്രപത്രോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഗോവിന്ദൻകുട്ടിക്ക് തരാം. ഡോക്ടർ ഇങ്ങനാണോ എന്നോടൊരു സഹായം ചോദിക്കേണ്ടത്? ഡോക്ടറുടെ ആവശ്യം അറിയിച്ചാൽ ഈ പറഞ്ഞ സ്വർണം ഞാൻ അങ്ങോട്ട് കൊടുത്തു വിടില്ലേ? ആ പ്രദീപേ, ഡോക്ടർക്ക് പുതിയ ഡിസൈൻ കാണിച്ചു കൊടുക്ക്. സർ, എത്ര പവനാ നോക്കുന്നേ? 10 പവന്റെ ഒറ്റമാലയാ. ഇതെല്ലാം ആ റേഞ്ചിലുള്ള മാലകളാ. തൂക്കം അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആവാലോ അല്ലേ? ഓ, ദാ ഇത് മതി. ഈ മാല 10 മിനിസും കാണും. ഇതൊന്ന് തൂക്കം നോക്ക്. ഓ,
10 പവനും 1.5 ഗ്രാമുണ്ട്. ഇതെവിടുന്ന് സംഘടിപ്പിച്ചു എന്ന് എന്നോട് ചോദിക്കരുത്. കാരണം ഇതിൻ്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാലും അയൽവക്കക്കാരൻ്റെ മുന്നിൽ കടപ്പെടേണ്ട എന്നേ ഞാൻ കരുതിയുള്ളൂ.